സ്വലാത്തുള്ള സലാമുള്ള മിനാരം കൺ തുറന്നു സുബഹി ബാങ്കൊലിയാ. സലാത്തുള്ള സലാമുള്ള വിഭാതം നിന്നെ എഴുതി സൗരദീപ്തികളാ. പതുക്കെ കൂടൊഴിഞ്ഞും കുളിരകന്നും കൂടൊഴിഞ്ഞും കിഴക്കേ ദിക്കിലാളും പുതുവെളിച്ചം ചിറകടിച്ചും ദിനത്തിൻ പിറവിയായി പ്രകൃതിയാകെ പുതിയതായി തുറക്കാം നേരിലേക്കായി മാനസത്തിൻ ജാലകങ്ങൾ. സ്വലാത്തുള്ള സലാമുള്ള മിനാരം കൺ തുറന്നു സുബഹി ബാങ്കൊലിയാ. ഇലാഹിൽ മുഖമുയർത്തും മല ജപമണികളെണ്ണുമി പുഴ സജലമി താഴ്വര. പൂവാക ജ്വാല ചിന്നും വാനം കൂടക്കാറിറങ്ങും ലയം കാറ്റൊഴുകുന്നിതാ. ഇതളരികിൽ മഞ്ഞിൻ നൃത്തം പ്രിയതരമ പൂവിൻ ഗന്ധം. ഈ ജീവിത ഗാനധാരയിലാഴ്വതിൽ പരമെന്തു ധന്യതയോ. സ്വലാത്തുള്ള സലാമുള്ള വിഭാതം നിന്നെ എഴുതി സൗരദീപ്തികളാ. ജോജി തോമസ് അല്ലേ? അതെ. ഓക്കെ, നമ്മുടെ 5ാം വേദത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത ആളാണ്. ഓക്കെ, 5ാം വേദം എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പറയാൻ പറ്റുന്ന 2 മൂവീസ് ഉണ്ടല്ലേ? എന്നാൽ പേരൻപില് ഒരു പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല മേഖലകളില് ലിറിക്സ് എഴുതിയിട്ടുണ്ട് കാന്താരയില്. അതെ, അപ്പൊ കുറച്ച് അധികം മേഖലകളിൽ കൈവരിക്കും. മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അധികം മേഖലകളിൽ മ്യൂസിക് തന്നെയാണ്. പാടലായിരുന്നു ആദ്യം ഉണ്ടായല്ലോ, അതിനുശേഷമാണ് ഇതൊക്കെ. ഞാൻ ചെറുപ്പം മുതലേ പഠിക്കുന്നത് പാട്ടായിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസും ഇതൊക്കെ ആയിട്ട്. പിന്നീട് BA മ്യൂസിക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അവിടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. പിന്നീട് ലെക്ചറായിട്ട് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. പിന്നെ സിനിമ എന്ന് പറഞ്ഞു പോകുന്നതാണ്. അല്ലെ, ഇത്രയും നല്ല പൊസിഷനുകളിൽ ജോലി ചെയ്തിട്ട് മ്യൂസിക്കിനോടുള്ള ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു തോന്നല്ലോ. കാരണം അതൊക്കെ ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഫുൾ ടൈമറായിട്ട്. അതെ, കാരണം പ്രൊഫഷണലായിട്ട് മ്യൂസിഷ്യൻ ആവാന്നുള്ളതായിരുന്നു ആഗ്രഹം. കാരണം ടീച്ചിങ്ങിൽ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഒതുങ്ങി പോവുള്ളൂ. പ്രൊഫഷണൽ മ്യൂസിഷ്യൻ ആവാന്നുള്ള രീതിയിൽ ഈ പാട്ട് സിനിമകളുടെ എല്ലാം ഓർക്കസ്ട്രേഷനും എല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. വേറെ പുറത്തുനിന്ന് നമ്മൾ സോങ്സ് ചെയ്യുക, വേറെ ആൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുക, അങ്ങനെയല്ല. ഞാൻ തന്നെയാണ് ഫുള്ളായിട്ട് ഓർക്കസ്ട്രേറ്റ് സോങ്സും എല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 5ാം വേദത്തിനെ പറ്റി, 5ാം വേദത്തിലെ സോങ്സിനെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഇതുവരെ 2 സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ട്. മുകൾപ്പരപ്പിനകത്ത് മെയിനായിട്ട് ഒരു സോങ്ങാണ്. ഒരു സോങ് 2 പ്രാവശ്യം 2 പ്രശ്നമായിട്ടാണ്, പക്ഷെ നല്ലൊരു സോങ് ആയിരുന്നു അത്. ഇതിനകത്ത് 3 സോങ്സ് ആണുള്ളത്. 3 സോങ്സിൽ ഒരെണ്ണം ഇൻട്രോ സോങ് ആണ്. അതൊരു സ്റ്റാർട്ടിങ് ഒരു ഭക്തി മൂഡാണെങ്കിലും പിന്നീട് ഒരു പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു പാട്ടായിട്ടാണ്. റഫീഖ് അഹമ്മദാണ് എഴുതിയിട്ടുള്ള സോങ്. സിയാഉൽ ഹക്ക് എന്ന് പറഞ്ഞ സൂഫി സോങ്സ് സിംഗറാണ് പാടിയിരിക്കുന്നത് സോങ്. അതിനകത്തൊരു കുറച്ച് കവാലി ഏരിയ ഞാൻ പാടിയിട്ടുണ്ട്. അത് ഇപ്പോൾ യൂട്യൂബ് റിലീസായിട്ടുണ്ട് സോങ്. കുഴപ്പമില്ല, നല്ല റെസ്പോൺസാണ്. ഓക്കെ, നമ്മുടെ താങ്കളുടെ അഭിപ്രായത്തിൽ സോങ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മലയാള സിനിമയെ കാണുന്നത്? വളരെ ബുദ്ധിമുട്ടാണ് കയറി വരാൻ. കാരണം മിക്കവാറും എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആംഗിളിലാണ് നോക്കുള്ളൂ. എല്ലാവർക്കും ഓരോ ടൈം ഉണ്ടല്ലോ. ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവോ ഇത്രയും വർഷം? ചെയ്തിട്ട് പുറത്തു വരാത്ത സിനിമയുണ്ട്,
ചെയ്തിട്ട് പൂജയായിട്ട് നിന്ന് പോയിട്ടുള്ള സിനിമയുണ്ട്. കാന്താര പോലെ വലിയൊരു പേര് അറിയപ്പെട്ട ഒരു മൂവിയിൽ ലിറിക്സ് എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അത് എന്നിട്ടും പെട്ടെന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു വലിയൊരു മൂവിയിലേക്കൊക്കെ ക്ഷണം കിട്ടാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ലിറിക്സ് എഴുതുന്നത് ഇപ്പം ഞാനൊരു 500 പാട്ടുകളിലധികം എഴുതി കഴിഞ്ഞു. ഡബിങ് മൂവീസാണ്. മുമ്പിലത്തെ ഡബിങ് മൂവീസിന്റെ സോങ്സിന്റെ അവസ്ഥ അറിയാലോ. കാരണം അതിൻ്റെ അകത്ത് നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഞാൻ ചെയ്ത ഫിലിംസിൻ്റെ അകത്ത് ഒരു ഡബിങ് സോങ് ആണ് തോന്നാത്ത രീതിയിലുള്ള സോങ്സ് ആണ് വന്നിരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് സോങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് കാന്താരയിലേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പോൾ ഒരു കൊറോണ സമയത്തിന് ശേഷം ഒരു OTT-ലൊക്കെ വരുന്ന, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊക്കെ വരുന്ന സിനിമകളിലധികവും ഞാൻ എഴുതുന്നുണ്ട്. ഈ മൂവിയുടെ ഒരു ഈ സോങ്സിന്റെ ഒരു ഇമോഷണൽ എന്താണ്? ഇതിനകത്ത് 3 സോങ്സും 3 ഡിഫറെന്റ് ജോണേഴ്സിലെ പാട്ടാണ്. അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തേത് ഒരു സാഡ് സോങ് ആണ്. ആ സോങ് എഴുതിയിരിക്കുന്നത് പിന്നെ സൗമ്യരാജ് എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരിയാണ്. പാടിയത് ചിത്ര ചേച്ചിയാണ്. അത് അതിനു മുമ്പ് 2-3 സിംഗേഴ്സ് നമ്മൾ പുതുമുഖങ്ങളെ തന്നെ വെച്ച് ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. നമ്മൾ ക്രൂവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചിത്ര ചേച്ചിയെ കൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ സോങ്ങിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ആരും എത്തുന്നില്ല. അപ്പോൾ അത് പിന്നെ അതിനുശേഷം പിന്നെ ചിത്ര ചേച്ചി തന്നെ നന്നായിട്ട് പാടി തന്നു. ചിത്ര ചേച്ചിനെ പോലെ ഒരു വലിയ ഗായിക പാടി, അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് സാധാരണ ഒരു പുതുമുഖങ്ങളെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പാടുമ്പോഴും ഉള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ആ ഒരു നമ്മളെന്ത് ഫീൽ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഒരു മുകളിലാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ആ ഒരു എക്സ്പീരിയൻസ് ആണ് അത്. പിന്നെ നമ്മൾ പാടിക്കൊടുക്കുന്നത് എന്താണോ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സിംഗറും കൂടി ആവണമല്ലോ. അതെന്തായാലും ചിത്ര ചേച്ചി വളരെ മനോഹരമായിട്ട് പാടിയേക്കുന്നത്. ചിത്ര ചേച്ചി അത് ഇൻസ്റ്റ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോങ്ങിനെ പറ്റി. ചിത്ര ചേച്ചിക്ക് ഈ സിനിമയിലെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഇപ്പം പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് വേറെ ഇപ്പം ഇതല്ലാതെ ഈ നിലവിൽ ഇപ്പം ഇതല്ലാതെ എന്താ ചെയ്യുന്നത്? ഇപ്പം മ്യൂസിക് തന്നെയാണ് ഫുൾ ടൈം. ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ആഡ് ഫിലിംസ് കുറച്ച് ഇന്റർനാഷണൽ ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പറയുന്നു. ഇവിടെ എറണാകുളത്ത് ഗായകനാരാ? ഇഷ്ടപ്പെട്ട ഗായകർ കുറേ പേരുണ്ട്. ക്ലാസിക്കൽ വയസ്സാണെങ്കിൽ അഭിഷേക് രഘുറാം, ടി വി ശങ്കരൻ, അങ്ങനെ സിനിമ ഫിലിം മ്യൂസിക് ആണെങ്കിൽ ഹരിഹരൻ, SPB. ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ആഗ്രഹമില്ലേ? SPB ആയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആളുടെ കുറേ പാട്ട് ഞാൻ പാടാറുണ്ടായിരുന്നു പ്രോഗ്രാംസിനൊക്കെ. പക്ഷെ ഇനിയിപ്പം അത് പറ്റില്ലല്ലോ. ഹരിഹരനായിട്ട് ആഗ്രഹമുണ്ട്, എല്ലാവരുമായിട്ട് ആഗ്രഹമുണ്ട്. മറ്റു പ്രൊജക്ടുകളൊക്കെ ഇപ്പം മുഗൾ പരപ്പ് ഞാൻ പറഞ്ഞത്, പിന്നെ സോങ് ഓഫ് സോളമൻ ഫസ്റ്റ് ചെയ്തു. ശരിക്കും മ്യൂസിക് മാത്രം ചെയ്യാനാണ് താല്പര്യം? അതിൽ സിനിമയിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? പാട്ട് തന്നെയാണ്, പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അഭിനയിക്കാനൊന്നും പറ്റും തോന്നുന്നില്ല. പറ്റുന്ന പടി ചെയ്യുന്നല്ലാതെ. ഏതാണ്? അതെ, മ്യൂസിക് ഓർക്കസ്ട്ര എല്ലാം ഞാൻ തന്നെയാണ് ഈ സോങ്സിന്റെ ചെയ്തിരിക്കുന്നത്. എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ സോങ്സ് എല്ലാം ഞാൻ തന്നെ ചെയ്തു. സാധാരണ ഇപ്പം ചില മ്യൂസിക് ഡയറക്ടേഴ്സ് വേറെ പുറത്തെ ആൾക്കാരെ ഹയർ ചെയ്തിട്ടായിരിക്കും ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ജോലി രാജ്യം വെച്ചിട്ടാണ് ഇതിലോട്ട് വന്നതെന്ന് പറഞ്ഞു, സിനിമയിലോട്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനോടുള്ള ക്രൈസ് കൂടുതലാണ്. ആ സമയത്ത് എനിക്ക് ഇവിടെ ആ സമയത്ത് മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നില്ല, പാട്ടായിരുന്നു. അന്നേരം ഇവിടെ ട്രാക്ക് പാടാനൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അന്ന് ട്രാക്ക് പാടുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കിട്ടും, ഇപ്പം കിട്ടുന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോരണം. പിന്നെ കുറേ ഇവിടെയുള്ള മിക്കവാറും കൊച്ചിൻ കോറസ് അങ്ങനെ കുറേ ഗാനങ്ങളുടെ ട്രൂപ്പുകളിലൊക്കെ മിക്കവാറും ഗസ്റ്റായിട്ടൊക്കെ പാടാറുണ്ട്. സ്ഥിരം പ്രോഗ്രാംസ് നേരം ഇങ്ങോട്ട് പോകുന്നതാണ്. ഈ ഫീൽഡിൽ ഇപ്പോൾ വന്നിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 12 വർഷമായി എറണാകുളത്തേക്ക്. ഒത്തിരി ശിഷ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ കാണാറുണ്ടോ? ഇപ്പോഴും ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്.
അപ്പൊ ഈ സിനിമയിലെ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെടുമെന്നൊരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം പാട്ട് കേട്ട എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. മുരുകൻ കാട്ടാക്കടയുടെ പാട്ടാണെങ്കിലും ഇപ്പം അതിപ്പോൾ ഓൾറെഡി ഇപ്പം അതുകൊണ്ട് അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സോങ് ഒന്നും അല്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ പൊളിറ്റിക്കൽ സോങ് ആണെന്നുള്ള രീതിയിൽ അത് യൂട്യൂബിൽ അത് ഹോൾഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിക്ലറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സോങ് റിലീസായിട്ടില്ല. പക്ഷേ ലിറിക്സ് എന്തെങ്കിലും ഈ സിനിമയിലും ഉണ്ടോ? അതോ മ്യൂസിക് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ? ഇതിനകത്ത് മ്യൂസിക് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ലിറിക്സ് നോക്കിയില്ലായിരുന്നു? ഇല്ല ഞാൻ ഇല്ല ഇതിനകത്ത് മ്യൂസിക് മാത്രം. പിന്നെ റഫീഖ് അബസാർ അങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ എഴുതിക്കണം എന്നൊരാഗ്രഹമുണ്ട് മ്യൂസിക് ചെയ്യുന്ന പാട്ടുകൾ. അതൊക്കെ ട്യൂൺ ചെയ്ത് എഴുതിയ പാട്ടായിരുന്നു. മുരുകൻ കാട്ടാക്കടയിൽ ഒരു കൊറോണയ്ക്ക് കുറിച്ചൊരു കവിത എഴുതിയിട്ട് ആ കവിത തന്ന കവിതയാണ് ട്യൂൺ ചെയ്തത്. അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ഡബ് ചെയ്ത് വരുമ്പോൾ അതിന് ലിറിക്സ് എഴുതാറുണ്ടെന്ന് പറഞ്ഞു. അത് ഓൾറെഡി ഒരു ലിറിക്സ് മ്യൂസിക്കോട് കൂടി വരുന്ന ഒരു പ്രോജക്റ്റാണ് കൈ കിട്ടണം. ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ് ചെയ്യുന്നില്ല. അത് എത്രത്തോളം ഒരു വെല്ലുവിളിയുള്ള? അത് ഞാൻ ചെയ്യാറുള്ളത് ട്രാൻസ്ലേഷനായിട്ടല്ല. ഞാൻ സീൻസ് വൈസ് കണ്ടിട്ട് അതുമായിട്ട് സിങ്ക് ആകുന്ന ആ ഒരു സിറ്റുവേഷനായിട്ട് സിങ്ക് ആകുന്ന ലിറിക്സ് ഞാൻ തന്നെ ആ ട്യൂണിനനുസരിച്ച് എഴുതുള്ളൂ. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ മൂവികളൊക്കെ വരാൻ തുടങ്ങിയ കാലത്തൊക്കെ അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു ആദ്യം. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ കുറേ എണ്ണം കിട്ടിയത് എനിക്ക്. അങ്ങനെ കുറേ പാട്ടുകൾ പാടുകയും ചെയ്തു. പുതിയൊരു സാധനം ഒരു വർക്ക് അത് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രത്തോളം എഫർട്ട് ഉണ്ട് ഈ ഒരു ഇങ്ങനെ ഡബ് മൂവിക്ക്? ഡബ് മൂവി ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ട്രോളാനായിട്ട് നമ്മളൊരു ആയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ട്രോള് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം വാരിസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. വാരിസിനകത്ത് ഞാൻ എഴുതിയത് 2 പാട്ട്, പിന്നെ വേറെ 2-3 പാട്ട് വേറെ ആളെഴുതിയത്. ആ പാട്ടിനോട്